നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര യോഗാ ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ യോഗ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ ഷെയർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് യോഗാ ദിനാചരണം. മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ കാശ്മീർ സന്ദർശനമാണിത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ടോടെ പ്രധാനമന്ത്രി ശ്രീനഗറിലെത്തി. പരമ്പരാഗത വേഷവിധാനങ്ങളോടെ കാശ്മീരുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. 370-ാം വകുപ്പ് സൃഷ്ടിച്ച വലിയ മതിൽ കാശ്മീരിൽ ഇല്ലാതായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാശ്മീരിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. യുവശാക്തീകരണം, കാശ്മീർ പരിഷ്കരണം പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ശ്രീനഗറിൽ നടന്ന യുവജനങ്ങളെ ശാക്തീകരിക്കുക, ജമ്മു കാശ്മീരിനെ മാറ്റുക എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഒരു എക്സിബിഷൻ സന്ദർശിക്കവേ കേന്ദ്രഭരണ പ്രദേശത്തെ യുവ സംരംഭകരുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും അവരുടെ നൂതന ആശയങ്ങളെയും സംരംഭകത്വ മനോഭാവത്തെയും അഭിനന്ദിക്കുകയും ചെയ്തു. 500 കോടി രൂപയുടെ 84 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. 6 സർക്കാർ ഡിഗ്രി കോളേജുകളുടെ നിർമ്മാണം, കാർഷിക മേഖലയ്ക്ക് 1800 കോടി രൂപയുടെ പദ്ധതികൾ എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സർവീസിലേക്ക് 2000 ഉദ്യോഗാർത്ഥികളുടെ നിയമന ഉത്തരവുകൾ അദ്ദേഹം വിതരണം ചെയ്തു. 30 മിനിറ്റ് ദൈർഘ്യമുള്ള യോഗ സെഷന് രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ആയുഷ് മന്ത്രി പ്രതാപബാബു ഗണപതിറാവു ജാദവും പങ്കെടുക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗയിൽ പങ്കുചേരുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നേരത്തെ അറിയിച്ചിരുന്നു. ജമ്മുവിലെ പ്രശസ്തമായ ദാൽ തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഷെയർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് മഹായോഗാഭ്യാസം സംഘടിപ്പിക്കുന്നത്. ഇന്ന് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഭാരതത്തിലെ യോഗീവര്യന്മാർ കണ്ടെത്തിയ ഉത്തരമാണ് യോഗ. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21-ന് യോഗാ ദിനമായി ആചരിക്കുന്നു. വ്യക്തിക്കും സമൂഹത്തിനും യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിന പ്രമേയം. വ്യക്തിപരമായി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സാമൂഹ്യ ക്ഷേമത്തിന് സംഭാവന ചെയ്യാനും യോഗയ്ക്ക് സാധിക്കുമെന്നാണ് ഈ പ്രമേയം കൊണ്ട് വ്യക്തമാക്കുന്നത്. 2014 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ തന്റെ പ്രസംഗത്തിനിടെ ആദ്യമായി അന്താരാഷ്ട്ര യോഗ ദിനം എന്ന ആശയം അവതരിപ്പിച്ചു. പിന്നീട് 2014 ഡിസംബർ 11-ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ 21 ലോക യോഗാ ദിനമായി ആചരിക്കാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. 2015 മുതലാണ് യോഗാ ദിനം ആചരിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.